കർത്താവിൽ സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സംപൂജ്യരായ ഗുരുജനങ്ങളെ, ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് മെത്രാപ്പോലീത്തായുടെ ഓർമ്മകളും സ്പന്ദനങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള ഭക്തിയും സ്നേഹവുമൊക്കെ അധികരിക്കുന്നുവോ വർദ്ധിക്കുന്നുവോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഈ പ്രദേശത്ത് ക്രൈസ്തവ സാക്ഷ്യം പ്രഘോഷിക്കുവാനായി നാം നിൽക്കുന്ന ഈ അടിത്തറ, ഈ മണ്ണ് ആ പൂർവ പിതാവിൻ്റെ പ്രവർത്തനങ്ങളുടെയും ചിന്തകളുടെയും പരിണത ഫലമായിരുന്നുവെന്ന് ഞാൻ ആമുഖമായൊന്ന് ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ദിവസം ഒരുമിച്ച് കൂടുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒരു രാജ്യവും അനശ്വരമായി പണിയപ്പെടുന്നില്ല. ഒരു നഗരവും മാറ്റങ്ങൾക്ക് വിധേയമാകാതെ മുന്നോട്ട് പോകുന്നില്ല. ഒരു വീടും അനാദിയായോ ശാശ്വതമായോ സ്ഥാപിക്കപ്പെടുന്നില്ല. ഒരു ചരിത്ര സത്യമാണ് ഇവിടെ ആമുഖമായി പ്രസ്താവിച്ചത്. വൻമതിലുകളും കോട്ടകളും കൊത്തളങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന വലിയ രാജ്യങ്ങൾ കാലത്തിൻ്റെ ഒഴുക്കിൽ തകർന്നടിഞ്ഞു നാമാവശേഷമായി പോയി. ഒരിക്കലും തകരുകയില്ല എന്ന് നാം വിചാരിച്ചിരുന്ന പല സംസ്കാരങ്ങളും പല സാമ്രാജ്യങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. അതീവ സുരക്ഷിതമായ ഭൂമി, ഇടം എന്നൊക്കെ നാം കരുതിയിരുന്ന പല സ്ഥലങ്ങളിലും ഭീതിയോടുകൂടി മാത്രമേ ഇന്ന് നമുക്ക് പ്രവേശിക്കുവാനായി സാധിക്കുകയുള്ളൂ. രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാണ്, ആശങ്കയിലാണ്. ഏത് രാജ്യത്തിലും എന്തും സംഭവിക്കാമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഒരു രാജ്യത്തെ അടിസ്ഥാനമാക്കി സുരക്ഷിതമായൊരു രാജ്യമെന്നൊരിക്കലും നമുക്കിനി പറയുവാൻ ഒരുപക്ഷെ സാധിക്കുകയില്ല. ഒരു നഗരവും മാറ്റങ്ങൾക്ക് വിധേയമാകാതെ മുന്നോട്ട് നീങ്ങുകയില്ല. നാം അരനൂറ്റാണ്ടിന് മുമ്പ് കണ്ട ഒരു പട്ടണമല്ല ഇന്ന് കാണുന്ന പട്ടണം. കാലങ്ങൾക്ക് മുമ്പേ നാം പറയാൻ ബാക്കി വെച്ചത് ഇന്ന് പുരമുകളിൽ പ്രഘോഷിക്കപ്പെടുകയാണ്. നാം ലജ്ജിച്ചിരുന്ന പല കാര്യങ്ങളും പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഘോഷിക്കപ്പെടുന്ന പ്രമാണങ്ങളായി മാറിയിരിക്കുന്നു. ജീവിതത്തിൽ നാം നിഷേധിച്ചിരുന്ന പലതും അന്തസ്സും മഹത്വവും അണിഞ്ഞുകൊണ്ട് പൊതുസമൂഹങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തലമുറകൾ കഴിയുന്തോറും സംസ്കാരങ്ങൾക്ക് ഭാവവ്യത്യാസം വരുന്നു. നഗരങ്ങൾ മാറ്റി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുഖച്ഛായ മാറി എന്ന പദത്തിനപ്പുറമായി അരനൂറ്റാണ്ടിന് മുമ്പുള്ള നഗരം മരിച്ചുപോയി എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയായ പദപ്രയോഗം. ഒരു വീടും അനാദിയായും ശാശ്വതമായും പണിയപ്പെടുന്നില്ല. വീട് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിടുവാനുള്ളത് എന്നാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ആയുഷ്കാലം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു മന്ദിരമാണ് അവൻ്റെ വീട് എങ്കിൽ, ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതായ ഒരു വീടിന് ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമൊക്കെ കൽപ്പിക്കുന്ന പരമാവധി ആയുസ് 60 വർഷം മാത്രമാണ്, ഏറിയാൽ 70 വർഷം. നഗരങ്ങളിൽ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഫ്ലാറ്റുകൾ 60-70 വർഷങ്ങൾ കഴിയുമ്പോൾ ഡീകമ്മീഷൻ ചെയ്യണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. ആകാശത്തിൻ്റെ അനന്തതകൾ മാത്രം സ്വന്തമായിട്ടുള്ളവരായി നാം മാറും കാലം കുറെ കഴിയുമ്പോൾ. ഒരു ചരിത്രകാരനും എഴുത്തുകാരനും ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. താഴെ നിന്ന് നോക്കുമ്പോൾ കണ്ണാടിക്കൂട്ടിൻ്റെ പല അറകളിൽ മനുഷ്യൻ വെപ്രാളം പിടിച്ചോടുന്നതായി കാണുവാനായിട്ട് കഴിയുന്നു അദൃശ്യമായൊരു നയനങ്ങളിലൂടെ. മനുഷ്യൻ അന്തരീക്ഷം സ്വന്തമാക്കുകയാണ്, ആകാശം സ്വന്തമാക്കുകയാണ്. കുറെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ നാമാവശേഷമാവും എന്നവൻ വിചാരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് നിലനിൽക്കുന്ന ഒന്നുമില്ല എന്ന് തന്നെയാണ്. വേദപുസ്തകം നമ്മോട് വളരെ വ്യക്തമായി ഘോഷിക്കുന്നുണ്ട്, നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ. നമുക്കില്ലാത്ത ഒരു നഗരം പിന്നെ എങ്ങനെയാണ് ക്രിസ്തു തൻ്റെ പ്രാർത്ഥനയിലൂടെ നമ്മോട് പറയുവാൻ ആവശ്യപ്പെട്ടത്? നിന്റെ രാജ്യം വരേണമേ.
ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്ന് ദിവസം പലവരും നാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ വാചകമാണ് ഇന്നത്തെ ധ്യാനചിന്ത. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലെങ്കിൽ പോലും നമുക്ക് പ്രാർത്ഥിക്കുവാനായി ഒരു വലിയ സങ്കല്പമുണ്ട്. സന്തുഷ്ടിയും സമാധാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ലോകത്തെക്കുറിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലോകപ്രശസ്തമായൊരു വലിയ പ്രാർത്ഥനയുടെ ഭാഗമാണിത്. അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ എന്ന് തുടങ്ങുന്നതായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന സാർവജനീകമായ ഒരു പ്രാർത്ഥന. യേശുദമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ഈ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ക്രിസ്തു പഠിപ്പിച്ചതായ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉരുവിടുന്ന, ഏതൊരു മതസ്ഥനും ഉരുവിടുവാൻ അവകാശമുള്ള പ്രാർത്ഥന. തൻ്റെ മതഗ്രന്ഥത്തിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല ഏത് മതസ്ഥനും ഉരുവിടുവാൻ അവകാശമുള്ളത് എന്ന് പറഞ്ഞത്. കാരണം ഒരു ദൈവത്തിൻ്റെയും പേരോ പെരുമയോ ചിത്രമോ ആ പ്രാർത്ഥനയിൽ തുന്നിച്ചേർത്തിട്ടില്ല. ഏതൊരാൾക്കും ഏത് സമയത്തും ഏതവസ്ഥയിലും പ്രാർത്ഥിക്കുവാൻ ഉതകുന്ന വിധത്തിൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതായ മഹത്തായൊരു പ്രാർത്ഥനയുടെ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ക്രിസ്തു ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് പുറകിൽ യഹൂദന്മാരുടെ നിലനിന്ന പ്രാർത്ഥനകളിലെ ചില ദുരന്തങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥനകൾക്ക് ദുരന്തങ്ങളുണ്ടാകുമോ? പ്രാർത്ഥനകൾ ദുര്യോഗത്തിലാകുമോ? ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. ഒരു ഞായറാഴ്ച വികാരിയച്ഛൻ പ്രസംഗിക്കുകയാണ്. മരണശയ്യയിലായിരിക്കുന്ന ഒരാൾക്ക് കൂട്ടിരിക്കുവാൻ ചിലരെ ആവശ്യമുണ്ട് എന്ന്. ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന്. ചില ആളുകളൊക്കെ ചോദിച്ചു, ആരാണ് ആ ഹതഭാഗ്യൻ? ആരുമില്ലാതെ പോയല്ലോ, കഷ്ടം. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പലരും വന്ന് വികാരി അച്ഛനോട് ചോദിച്ചു, മരണശയ്യയിൽ കിടക്കുന്നത് ആരാണ്? വികാരി അച്ഛൻ പറഞ്ഞു, അത് ഇടവകയിലെ പ്രാർത്ഥനായോഗമാണ്, ഏത് നിമിഷവും ചത്തുപോകുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ വരാൻ കഴിയാതിരിക്കുന്നത്? ഒരു സമൂഹത്തിൽ ഉൾപ്പെടാനുള്ള മടി കൊണ്ടല്ലേ? എന്തുകൊണ്ടാണ് ചിലർ മാത്രം നിരന്തരം ചില സമൂഹങ്ങളിലായി മാറുന്നത്? പ്രാർത്ഥനകൾ ചിലരുടെ സ്വകാര്യ സ്വത്ത് പോലെയായി പോകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാകാൻ ഒരിക്കലും പാടില്ല. ശരി തന്നെ. എന്തുകൊണ്ട് എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കുവാൻ ഒരു പ്രാർത്ഥനയ്ക്ക് സാധിക്കുന്നില്ല? സമൂഹത്തിന് സാധിക്കുന്നില്ല, ദേവാലയത്തിന് സാധിക്കുന്നില്ല. ഇവിടെ ഒരു ദുര്യോഗത്തിൻ്റെ നിഴലിലൂടെ നാം ഈ പ്രാർത്ഥനയുടെ ആരംഭം കാണുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുവാനുണ്ടായ കാരണം, യഹൂദന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പ്രാർത്ഥന. പല മതങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്നത് പല വഴികളിലൂടെയാണ്. ചിലർ പാട്ടുപാടുന്നു, ചിലർ ധ്യാനിക്കുന്നു, ചിലർ നൃത്തമാടുന്നു, ചിലർ സരസ സംഭാഷണം നടത്തുന്നു, പിറുപിറുക്കുന്നു, മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു. അവരവരുടേതായ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ യഹൂദ റാബിമാർ പഠിപ്പിച്ചു, പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. അതിൻ്റെ അർത്ഥം ഒരിക്കലും അതിനെ കൊച്ചാക്കരുത്. പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ മനഃപൂർവ്വം ചെറുതാക്കരുത്. പ്രാർത്ഥിക്കുന്ന ഒരാളുടെ വീടിന് ചുറ്റും ഒരു വലിയ മറ പോലെ ഇരുമ്പ് കവചമുണ്ടായിരിക്കുമെന്ന് യഹൂദ റാബിമാർ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ സന്തുഷ്ടനായിരിക്കും, നിങ്ങൾക്ക് ഒരു ദുഃഖം മാത്രമേ കാണുകയുള്ളൂ. എല്ലാ നന്മ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ഇതാണ്. പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദുഃഖം മാത്രമേ കാണുകയുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ, പൂർണ്ണ സമയവും എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖം. ദൈവവുമായുള്ള ഗാഠമായ ബന്ധത്തിലായി കഴിയുമ്പോൾ, പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ നമുക്ക് അരോചകത്വം തോന്നുമത്രേ. റാബിമാരാണ് പറഞ്ഞത്. അവർക്കത് പറയാൻ സാധിക്കും. കാരണം ജീവിതത്തിൽ സിംഹഭാഗവും ദൈവിക ചിന്തകളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നതായ ആളുകൾ അവരുടെ കൃത്യനിർവഹണങ്ങൾക്കും അവരുടെ നീതിന്യായ വ്യവസ്ഥകൾക്കുമൊക്കെയായി സമയം പലപ്പോഴും കൈമോശം വരുന്നത് കൊണ്ട് അവർ പരിതപിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ദുഃഖം മാത്രമേ ഉള്ളൂ, എനിക്ക് പ്രാർത്ഥിക്കുവാനായി അവസരം കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല എന്നുള്ളത്. റാബിമാർ ഇത്രമാത്രം ശ്രേഷ്ഠമായി പറഞ്ഞ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ക്രിസ്തു പ്രാർത്ഥനയുടെ ദുര്യോഗം കണ്ടത്? ഓരോ യഹൂദനും നിശ്ചയമായും പ്രാർത്ഥിക്കേണ്ടവനാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഷെമ എന്നാണ് അതിൻ്റെ പേര്. ആകയാൽ ഇസ്രായേലേ കേൾക്ക,
യഹോവയായ ദൈവം നിന്റെ കർത്താവാകുന്നു, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നീ ദൈവത്തെ സ്നേഹിക്കണമെന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ. 18 പ്രാർത്ഥനകൾ ഉൾപ്പെടുന്നതായ സുനഗോഗുകളിലെ ഒരു ആരാധനാക്രമമുണ്ട്. ഷിമോണെ എസ്രേ എന്ന് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ യഹൂദനും ദിവസം മുഴുവൻ പ്രാർത്ഥിക്കേണ്ട 2 പ്രാർത്ഥനകളാണ്, 2 വിഭാഗങ്ങളാണിത്. അതിൽ ചുരുക്കമായി പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് ആദ്യത്തെ വിഭാഗം. ആകയാൽ ഇസ്രായേലെ കേൾക്ക എന്ന് പറയുന്നത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രാർത്ഥനയ്ക്ക് നിയതമായ സമയങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയങ്ങളിൽ മാത്രം അല്ലാതെയും യഹൂദൻ പ്രാർത്ഥിച്ചിരുന്നു. ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു ഈ ഒരു യഹൂദൻ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം, അത് നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ? പക്ഷേ ആ പ്രാർത്ഥനകൾ എത്ര ആത്മാവുണ്ടെന്ന് ആലോചിക്കുക. വീട്ടിൽ തിരിതെളിയിക്കുമ്പോൾ, അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ, ആകാശത്ത് മിന്നൽ പിണർ കാണുമ്പോൾ, പുതിയ ചന്ദ്രനെ കാണുമ്പോൾ, വാൽ നക്ഷത്രം കാണുമ്പോൾ, കാറ്റിനെ കാണുമ്പോൾ, സമുദ്രം കാണുമ്പോൾ, തടാകം കടക്കുമ്പോൾ, നദിയെ സ്പർശിക്കുമ്പോൾ, പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ, ശുഭവർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ, ഒരു നഗരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, പുറത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒക്കെ യഹൂദൻ പ്രാർത്ഥിച്ചിരുന്നു. ക്രിസ്തു അരുളി ചെയ്യുന്നുണ്ട്, ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെ ഇരുന്നാൽ ആ നഗരത്തിന് വെളിയിൽ പോകുമ്പോൾ നിങ്ങളുടെ നഗരത്തിൽ നിന്ന് പറ്റിയ പൊടി കൂടി എൻ്റെ കാലിൽ നിന്ന് ഇവിടെ കുടഞ്ഞേച്ചു പോകുന്നു. ആദ്യമായി വായിക്കുമ്പോൾ ക്രിസ്തു പഠിപ്പിച്ചു കൊടുത്ത ഏതോ ഒരു ആഭിചാരക്രിയയായിട്ട് നമുക്കിത് തോന്നും. ശാപം. നഗരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും സ്വാഭാവികമായി ഓരോ യഹൂദനും അനുവർത്തിച്ചിരുന്നതായ ഒരു കർമ്മമായിട്ടാണ് നാം മനസ്സിലാക്കുക. ഇത് അത്രമാത്രം പ്രാർത്ഥനയുടെ ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ അവരെ പഠിപ്പിച്ചിരുന്നു, പരിശീലിപ്പിച്ചിരുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ദൈവമില്ലാത്തൊരു നാഴിക പോലും എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് എൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും നാഥനും മധ്യസ്ഥനും ദൈവമാണെന്ന് എന്നുള്ളൊരു വലിയ പ്രഖ്യാപനം ഇവിടെ നിഴലിക്കുന്നുണ്ട്. 3-ാം മണി നമസ്കാരവും 6-ാം മണി നമസ്കാരവും 9-ാം മണി നമസ്കാരവും എന്നൊക്കെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ സമയക്രമീകരണങ്ങൾക്ക് നാം താമസിക്കുന്ന സ്ഥലകാലങ്ങൾക്കനുസരിച്ച് ഭേദമുണ്ടോ എങ്കിലും ആ സമയങ്ങളിലൊക്കെയും യഹൂദൻ പ്രാർത്ഥിച്ചിരുന്നു. അവന് ദേവാലയം നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അവൻ സുനഗോഗിൽ ആരാധിച്ചിരുന്നു. ആ കൃത്യസമയത്ത് അവിടെ എത്തുവാനും പ്രാർത്ഥിക്കുവാനും അവൻ പ്രതിജ്ഞാബദ്ധനായിരുന്നു. പക്ഷേ ഒരു പോരായ്മ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ആവർത്തനം മൂലം അതിൻ്റെ അന്തസത്ത നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ദേവാലയത്തിൽ ഏറ്റവും ഹൃദ്യമായ ശുശ്രൂഷയാണ് സ്നേഹചുംബനം, ആലിംഗനം എന്ന് തന്നെയാണ് അതിന് പറയുക. പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് ഹൃദയത്തോട് ഹൃദയം ചേർത്ത് ഒരാളെ ആലിംഗനം ചെയ്യുകയാണ്. വെറും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിലും നമസ്തേ പറയുന്നതിലും അപ്പുറമായി മുഴുവൻ ഹൃദയവിചാരങ്ങളും പകയുടെയും വിദ്വേഷത്തിൻ്റെയും ചെറിയൊരു കണിക പോലും അവശേഷിപ്പിക്കാതെ ക്ഷമ ചോദിച്ചുകൊണ്ട് വിശുദ്ധ സംസർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാം സ്ഥിരമായി നിൽക്കുന്ന ചില ഇടങ്ങളിൽ നിന്നുകൊണ്ട് പരിചിതരായ ചില വ്യക്തികൾക്ക് മാത്രം നൽകുന്ന ഒരു കർമ്മമായി അത് മാറിയിട്ടുണ്ട്. ശുഭക്കോനോ ശുശ്രൂഷയും അതുപോലെ തന്നെയാണ്. വലിയ നോമ്പ് ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും നൽകുന്നതായ, നടത്തപ്പെടുന്നതായ ഒരു വലിയ കർമ്മമാണ്. ദേവാലയത്തിലെ മുഴുവൻ ആളുകളോടും 2 കരങ്ങളും നീട്ടിക്കൊണ്ട് സഹോദര സഹോദരി എന്നോട് ക്ഷമിച്ചാലും എന്ന് ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുകയാണ്. എവിടെയോ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്: സ്ഥിരമായി നിൽക്കുന്ന ഇടത്തു നിന്ന് സ്ഥിരമായി കാണുന്ന ചില മുഖങ്ങൾക്ക് മാത്രം കയ്യസൂരി അഥവാ ഹസ്തദാനം, സമാധാനം കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾ ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ അപരിചിതനായ ഒരാളെ കണ്ട് കയ്യിലുള്ള സമാധാനം പോക്കറ്റിലിട്ടു എന്നൊരു ഫലിത കഥയുണ്ട്. അത് ഫലിതം തന്നെ ആയിരിക്കാം, എങ്കിലും അതിൻ്റെ ഉള്ളിലെ ഒരു വരികൾക്കിടയിലുള്ള വായന ഞാനങ്ങ് ആസ്വദിച്ചു. കാരണം എത്രമാത്രം ആത്മാവുള്ളവരായി നമുക്ക് ഈ കർമ്മം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥനകളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം കൃത്യസമയമാകുമ്പോൾ അവൻ ചന്തയിലാണെങ്കിലും ആൾക്കൂട്ടം നിറഞ്ഞ സ്ഥലങ്ങളിലാണെങ്കിലും തെരുക്കോണുകളിലാണെങ്കിലും അവിടെ നിന്നുകൊണ്ടവൻ പ്രാർത്ഥിക്കും. അത് പലപ്പോഴും കപടമായ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായി പോവുകയും ചെയ്യും. യഹൂദൻ്റെ പ്രാർത്ഥനയ്ക്ക് ശാരീരികമായ ചില ഭാഷകളുണ്ട്. അവൻ തലകുമ്പിട്ടിരിക്കും, അവൻ്റെ കൈകൾ ഉയർത്തിയിരിക്കും, കൈകൾ ആകാശത്തിലേക്ക് മലർത്തിയിരിക്കും, അവൻ പ്രാർത്ഥിക്കും.
ആളുകൾ തിങ്ങി നിറഞ്ഞ പൊതുവഴികളിൽ ഒരാൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ, രണ്ടുപേർ മാത്രം ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണ് എന്ന് സമൂഹത്തെ തെര്യപ്പെടുത്തുവാനുള്ള ഒരു ധൃതി അയാളുടെ മനസ്സിലുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയായി പോയത് കൊണ്ടാണ്. പ്രാർത്ഥനകൾ പ്രകടനാത്മകമായി മാറിയപ്പോഴാണ് എൻ്റെ പ്രാർത്ഥന കണ്ടുകൊള്ളൂ, എൻ്റെ പ്രാർത്ഥനയിൽ കുറേയേറെ ആത്മാർത്ഥതയുണ്ടെന്ന് ലോകത്തെ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് തോന്നിയത് കൊണ്ടാണ് ആ സമൂഹത്തിൽ മുഴുവൻ അങ്ങനെ മന്ത്രം പോലെ ആവർത്തിച്ച് പറയുന്ന ചില രീതികൾ പ്രാർത്ഥനയിൽ ഉണ്ടായത്. അവിടെയാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ അങ്ങനെ ആകരുത്, അവരെ പോലെ ആകരുത് എന്ന് പറഞ്ഞ് സാർവലൗകികമായ ഈ പ്രാർത്ഥന അവർക്ക് ഓതിക്കൊടുക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്കുണ്ടാകുന്ന ഭാവവിശേഷങ്ങൾ, ഒരു പണ്ഡിതൻ കഥയിലൂടെ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഭക്തനായൊരു മനുഷ്യനാണ് അയാൾ, പക്ഷേ അയാൾക്കൊരാളെ കൊല്ലണം, അയാൾ പുറകെ ഓടുകയാണ്. കത്തി എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥനാ സമയമെത്തി, കത്തി താഴെ വെച്ചു, അയാൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തീർന്നപ്പോൾ അയാൾ വീണ്ടും കത്തിയെടുത്തു, തൻ്റെ കൃത്യം നിർവഹിക്കുവാനായി തൻ്റെ ഇരയുടെ പുറകെ പാഞ്ഞു എന്ന് പറയുന്നു. നമ്മുടെ പ്രാർത്ഥനകളിലും ചിലപ്പോൾ ഇതുപോലെയുള്ള ചില അശടിപ്പുകളൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് ഇത് സംവിധാനത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല, അതുപയോഗിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ പോരായ്മയാണ് എന്ന് നാം തിരിച്ചറിയുക. ഏറ്റവും മനോഹരമായ ഒരാൾ ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ റാബിമാരും പിതാക്കന്മാരും ഒക്കെ ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയ ഒരു സംവിധാനം, അതിൻ്റെ ആത്മാവില്ലായ്മ കൊണ്ട് ജനങ്ങൾ ഇല്ലായ്മ ചെയ്തു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഓരോ പ്രാർത്ഥനകളും നിഷ്ഫലമായി പോകുമ്പോൾ അത് സംവിധാനത്തിൻ്റെ കുഴപ്പമല്ല, അതിലേർപ്പെടുന്നയാളുടെ കുഴപ്പമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഭാരതത്തിൻ്റെ പ്രഥമ പുരുഷനായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഇപ്രകാരം എഴുതുകയുണ്ടായി, എന്തുകൊണ്ടാണ് റമദാൻ മാസത്തിൽ നിങ്ങൾ ദുബായിൽ നിന്നുകൊണ്ട് പരസ്യമായി ഭക്ഷണം കഴിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ജിദ്ദയിൽ പോകുമ്പോൾ തല മറയ്ക്കാതെ അല്ലെങ്കിൽ നഗ്നനായി പോകുവാൻ നിങ്ങൾ ധൈര്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഓസ്ട്രേലിയയുടെ ബീച്ചുകളിൽ നിങ്ങൾ കഴിച്ച കരിക്കിന്റെ തൊണ്ടുകൾ വലിച്ചെറിയാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ വാഷിംഗ്ടൺ DC-യിൽ 88 കിലോമീറ്ററിലധികം വാഹനത്തിൽ സഞ്ചരിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ടോക്കിയോയുടെ തെരുവുകളിൽ തുപ്പാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ബോസ്റ്റണിൽ നിങ്ങളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് നിങ്ങളുടെ ജോലികളും ഉന്നത സ്ഥാനങ്ങളും അപഹരിച്ചെടുക്കാത്തത്? വഴിയിൽ നിൽക്കുന്ന പോലീസുകാരനെ തടഞ്ഞു നിർത്തി ഞാൻ ആരാണെന്നറിയാമോ, ഈ മന്ത്രി ആരാണെന്നറിയാമോ, എൻ്റെ ബന്ധങ്ങൾ അറിയാമോ എന്നവനെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്തുകൊണ്ട്? സംവിധാനത്തിൻ്റെ കുഴപ്പമല്ല, അതിലേർപ്പെടുന്നവരുടെ കുഴപ്പമാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ നാടകീയമായി പോകുന്നത്? അബ്ദുൽ കലാം പറഞ്ഞു വെക്കുന്നത് ഭാരതത്തിന് നേരെയുള്ളൊരു ചൂണ്ടുവിരലാണ്. ചില സ്ഥലങ്ങളിൽ വളരെ ക്രമമായി നടത്തുവാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ നമുക്കത് അന്യമായി പോകുന്നതിന് പുറകിൽ അതിലേർപ്പെടുന്നവരുടെ ആത്മാർത്ഥതക്കുറവ് കൊണ്ടുകൂടിയാണ്. പ്രിയമുള്ളവരെ, എത്ര ശ്രേഷ്ഠമായ പ്രാർത്ഥനയും ഒരു പരീക്ഷനെ വികൃതമാക്കുവാൻ സാധിക്കും. എത്ര ചെറിയ വാക്കും ഒരു പാപിക്ക് ലോകപ്രസിദ്ധമാക്കുവാൻ സാധിക്കും. ചുങ്കക്കാരൻ്റെയും പാപിയുടെയും പ്രാർത്ഥനയുടെ ഉപമയിലൂടെ ക്രിസ്തു പഠിപ്പിച്ചത് ഈ രണ്ട് വാസ്തവങ്ങൾ മാത്രമാണ്. എത്ര മഹത്തായ പ്രാർത്ഥനയും ഒരു പരീക്ഷനെ വികൃതമാക്കുവാൻ സാധിക്കും. എത്ര ചെറിയ വാക്കും ഒരു പാപിക്ക് ലോകപ്രസിദ്ധമാക്കുവാൻ സാധിക്കും. ചെറിയൊരു വാക്കിലൂടെ നാം ആലോചിക്കുകയാണ്, നിന്റെ രാജ്യം വരണമേ. ഒരു പ്രാർത്ഥനയുടെ പുറകിലുള്ള ആഗ്രഹം നോക്കുക. നിന്റെ രാജ്യം വരണമേ എന്ന് അദമ്യമായി ആഗ്രഹിക്കുകയാണ്. ആഗ്രഹമാണ് ആ പ്രാർത്ഥനയ്ക്ക് പുറകിലുള്ളത്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയിൽ ക്രിസ്തു പലരെയും സുഖപ്പെടുത്തുന്നതായി നാം കാണുന്നുണ്ട്. ചലനം നഷ്ടപ്പെട്ട് സംസാരിക്കുവാൻ കഴിയാത്തൊരു രോഗിയല്ല, അവനെ ചുമന്നുകൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് തന്നെ ക്രിസ്തു അവരെ സുഖപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ ബെഥെസ്ദ എന്ന കുളത്തിനരികിൽ 38 സംവത്സരമായി രോഗിയായി കിടന്ന ഒരാൾ ക്രിസ്തുവിനോട് പരിതപിക്കുകയാണ്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ജലം കലങ്ങുമ്പോൾ എന്നെ എടുത്തിറക്കുവാൻ ആളില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞു. ആഗ്രഹമുണ്ടാകണം. ഈ പ്രാർത്ഥനയ്ക്ക് പിറകിൽ പ്രിയമുള്ളവരെ, ദിവസവും 2, 3, 4 വട്ടം ഉരുവിടുന്ന ഒരു പ്രാർത്ഥനയാണ് ഇതെന്നിരിക്കിൽ, നാം പ്രാർത്ഥിക്കുമ്പോൾ അദമ്യമായ ഒരു ആഗ്രഹത്തോടു കൂടിയല്ലാതെ ഈ പ്രാർത്ഥന ഉച്ചരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഭാരതത്തിന്റെ യുവത്വത്തിന്റെ പ്രതീകമായി ഇന്നും കാണുന്ന സ്വാമി വിവേകാനന്ദൻ
ഒരു കാലത്ത് സത്യാന്വേഷകനായ ഊടാടി സഞ്ചരിക്കുന്ന ഗുരുക്കന്മാരിൽ നിന്നും ഗുരുക്കന്മാരിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു യുവാവായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസനിൽ തന്റെ ഗുരുവിനെ കണ്ടെത്തിയപ്പോൾ ചോദിച്ചു, എനിക്ക് ദൈവത്തെ കാണണം, എനിക്ക് ദൈവത്തെ കാണണം. മറുപടി ഒറ്റ വാക്കിൽ തീർന്നു, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. നിനക്ക് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് പ്രത്യക്ഷനാകും, നിന്റെ മനോമുകുരത്തിലുണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതൊരു വലിയ ഗുരുവും ഇതൊരു വലിയ ശിഷ്യനുമായി ഒരു യാത്ര തന്നെ ആരംഭിക്കുകയാണ്. ഭാരതം കണ്ട മഹത്തുക്കളായ രണ്ടാളുകളായി അവർ തീരുകയും ചെയ്യുന്നു. ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകുമെന്നുള്ളത് വസ്തുതയാണ്. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നാം മറ്റൊരു ലോകത്തിലായി പോകുന്നത്? അമ്യൂസ്മെന്റ് പാർക്കിൽ വെള്ളത്തിൽ കുളിക്കാനിറങ്ങിയ കുഞ്ഞ് 2 മണിക്കൂറായിട്ടും കരയ്ക്ക് കയറുന്നില്ല. ഉദ്യോഗസ്ഥരായ മാതാപിതാക്കൾ കുഞ്ഞിന്റെ ആഗ്രഹമല്ലേ എന്ന് കരുതി 2, 3, 4 മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കുന്നുണ്ട്. അമ്യൂസ്മെന്റ് പാർക്കിന് ഒരു സമയപരിധിയുണ്ട്. അത് തീർന്നപ്പോൾ കുഞ്ഞിനെ വലിച്ചെടുത്തുകൊണ്ട് മാതാപിതാക്കൾ പോകുവാൻ തുടങ്ങി. അവൻ നിലവിളിച്ച് കരഞ്ഞു. തോർത്തുപയോഗിച്ച് ശരീരം വൃത്തിയാക്കി നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി പുതിയവ ധരിപ്പിച്ചിട്ടും അവന്റെ കരച്ചിൽ മാറിയില്ല. അവനെ കാറിൽ കയറ്റി ചോക്ലേറ്റ് കൊടുത്ത് സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവന്റെ കരച്ചിൽ മാറിയില്ല. രാത്രി അത്താഴം കൊടുത്തപ്പോൾ അവൻ ഏങ്ങിയാണ് ഭക്ഷണം കഴിച്ചതുപോലും. കിടന്നപ്പോൾ പോലും ചിലപ്പോൾ അവൻ ഞെട്ടി ചില ഏങ്ങലടികൾ നടത്തുന്നുണ്ടായിരുന്നു അത്രേ. പിറ്റേന്ന് രാവിലെയും അവൻ ഓർത്തത് എനിക്ക് കുളിക്കുവാൻ പോകണമെന്നുള്ള ഒരു പിഞ്ചു പൈതലിന്റെ മനസ്സാണ്. ഡോക്ടറുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. അവനെ നിങ്ങൾ നിരന്തരമായി പോകാറുള്ള, അവനെയും വഹിച്ചുകൊണ്ട് പോകാറുള്ള ഇടമായിരുന്നു അവിടെ ചോദിച്ചു. അല്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അവനെ വെള്ളം കാണിക്കാറേയില്ല. മഴ വരുമ്പോൾ ഞങ്ങൾ ജനലുകൾ കൊട്ടിയടിക്കും. തണുപ്പ് വരുമ്പോൾ വലിയ മഫ്ളർ അവനെ ചുറ്റും. തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാറില്ല. ജലം കണ്ട ഒരു വിദ്യാർത്ഥി പ്രപഞ്ചത്തിന്റെ ജീവചൈതന്യത്തിന്റെ ഒരു അംശം കണ്ടപ്പോൾ അവൻ ആഹ്ലാദത്തോടെടുത്ത് ചാടുകയാണ്. അവന്റെ ഉള്ളിലുള്ള അടങ്ങാത്ത ആഗ്രഹം. ഇതൊരു വലിയ കഥയൊന്നുമല്ല, പക്ഷെ ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവന് നഷ്ടപ്പെട്ടത് ഒരു ലോകമാണ്. അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. നഷ്ടപ്പെട്ട ലോകത്തെ ഓർത്ത് അവൻ ഏങ്ങലടിച്ചു കൊണ്ടിരുന്നു. ആഗ്രഹമുണ്ടാവുക. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചില വിതുമ്പലുകൾ ഇല്ല എങ്കിൽ എന്തൊരു പ്രാർത്ഥനയാണത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവുക? ഇവിടെ ദൈവരാജ്യത്തിന്റെ ചില സവിശേഷതകൾ എങ്ങനെയായിരിക്കണമെന്ന്, ദൈവരാജ്യം അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള താത്വികമായ ചില പ്രാമാണിക രേഖകളോ പ്രഖ്യാപനങ്ങളോ ഒന്നുമല്ല ഇത്. നമ്മുടെ സാഹചര്യങ്ങളിൽ നാം കാണുന്ന ചില വ്യവസ്ഥിതികളുമായി ബന്ധപ്പെടുത്തി, ഒരു രാജ്യവുമായി ബന്ധപ്പെടുത്തി നാം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലായിരിക്കുന്നു എന്ന്. അതെങ്ങനെ നാം അനുഭവിക്കുന്നു, കാണുന്നു എന്നുള്ള ചെറിയ ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് ഈ ചിന്തകൾക്ക് ആധാരം. ഒന്ന്, അതിരുകളില്ലാത്ത ദൈവരാജ്യം. കേരളത്തിന് ചില അതിരുകളുണ്ട്. കിഴക്ക് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. ഭാരതത്തിന്റെ വിശാലമായ അതിർ വടക്ക് ഹിമാലയ പർവ്വതം, ആസേതു ഹിമാചലം. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. ശേഷം രണ്ടും കേരളത്തിന്റെ അതിർത്തികൾ തന്നെയാണ്. അതിരുകൾ എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ അസ്തിത്വത്തിന്റെ ഭാഗമാണ്. അതിരുകളാണ് ഒരു രാജ്യത്തെ രാജ്യമായി നിലനിർത്തുന്നത്. 1947 മുമ്പ് റിച്ചാർഡ് റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ ഭാരതത്തിന്റെ അതിർത്തി നിർണയം നടത്തുവാൻ ഭഗീരഥ പ്രയത്നം നടത്തിയ ഒരു ചരിത്രം വായിച്ചു കേട്ടിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും എന്ന 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഓർക്കുക, ഇന്ത്യയുടെ ഭൂപടം മുകളിൽ ഒരു താമര വിടർന്നതുപോലെ അല്ലെങ്കിൽ ഒരു പൂ വിരിഞ്ഞതുപോലെ നാലുപാടും ഇങ്ങനെ ഇതളുകൾ നിവർന്നു നിൽക്കുന്നതായ ഒരു മനോഹരമായൊരു ഭൂപടമായിരുന്നു. ഇന്ന് നാം അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളും അതിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഒരു രാജ്യം വിഭജിക്കുക എന്ന് പറയുന്നത് ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് മുമ്പ് ഇന്ത്യ 2ആയി കീറിമുറിക്കപ്പെടണമെന്ന്
ചില ആളുകൾ ആഗ്രഹിച്ചതുകൊണ്ട് ആ കർത്തവ്യം ഏറ്റെടുത്തത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ തന്നെയായിരുന്നു. അയാൾ ഒരു വലിയ മാപ്പ് മുമ്പിൽ വെച്ചുകൊണ്ട് തല പുകയ്ക്കുകയാണ്. അയാൾ പെൻസിൽ കൊണ്ട് വര വരച്ചു തുടങ്ങി. ആ വരയുടെ അനന്തരഫലമായി ഇന്ത്യയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പാകിസ്ഥാനിലേക്കും, പാകിസ്ഥാനിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ ഇന്ത്യയിലേക്കും പലായനം തുടങ്ങി. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം, അതിൻ്റെ ഒപ്പം കോളറ, മസൂരി തുടങ്ങിയ ഭീകര രോഗങ്ങൾ. ഉറ്റവരുടെയും ഉടയവരുടെയും ശവശരീരങ്ങൾ പെരുവഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ടവർ അതിർത്തി കടന്ന് യാത്ര പോവുകയാണ്. കാരണം ഒരതിർത്തി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കൃത്യമായ ഒരു അതിർത്തിക്കുള്ളിൽ നിന്നില്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പല്ല എന്ന് അവർക്ക് തോന്നിയിരിക്കുന്നു. അതിർത്തി ചില അവകാശ ബോധങ്ങളുടെ ഭാഗം കൂടിയാണ്. അതിരുകൾ ഉണ്ടാവുക എന്നുള്ളത് ചില പ്രകൃതി നിയമമാണെങ്കിൽ പോലും മനുഷ്യൻ നിശ്ചയിക്കുന്ന പല അതിരുകൾക്കും ഇങ്ങനെ ചില ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാകാറുണ്ട്. കേരളത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. മനോഹരമായ മഞ്ഞും മഴയും തണുപ്പും വെയിലും ഒക്കെ സമശീതോഷ്ണാവസ്ഥയിലുള്ള ഭൂവിഭാഗം. 44 നദികൾ ഇതിനെ സമ്പുഷ്ടമാക്കുന്നു. കേരളത്തിന്റെ പച്ചത്തിരുപ്പുകൾ വിട്ട് ചെക്ക് പോസ്റ്റുകൾ കടന്ന് നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊന്ന് പോവുക. ഊഷരമായ ഭൂമി, ചൂടുകാറ്റുകൾ നമ്മുടെ രാജ്യത്തിലേക്ക്, നമ്മുടെ ഇടങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതായ ഒരു കാലാവസ്ഥ. പക്ഷേ അവരുടെ അധ്വാനം നാം ഒരിക്കലും വിലമതിക്കാതിരിക്കരുത്. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെയധികം കഠിനാധ്വാനം കൊണ്ട് അവർ ഫലഭൂയിഷ്ടമാക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഓരോ രാജ്യത്തിൻ്റെയും തനത് അതിരുകൾ അതിൻ്റെ വ്യക്തിത്വത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. മാപ്പുകളിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും, ഭൂപടത്തിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും മാപ്പർഹിക്കാത്ത ശിക്ഷയായി ഇന്നും കരുതുകയാണ്. അതിരുകൾ അതിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ വീടുകളെ കുറിച്ച് ആലോചിക്കാം. കുറച്ച് നാളുകൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 40-50 ഏക്കറുകൾക്ക് നടുവിൽ കൂട്ടുകുടുംബമായി താമസിച്ചിരുന്ന നാം ഒരു മഹാവിസ്ഫോടനത്തിലൂടെ അണുകുടുംബങ്ങളായി പല സ്ഥലങ്ങളിൽ താമസം ഉറപ്പിച്ചിരിക്കുന്നു. 1-2 ഏക്കറുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട് എങ്കിൽ പോലും നഗരവൽക്കരണത്തിന്റെ ഭാഗമായി 10 സെന്റ്, 7 സെന്റ്, 5 സെന്റ്, 3 സെന്റ് ഇതൊക്കെ വിലപിടിപ്പുള്ള ഇടങ്ങളായി നാം കണക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ അതിരുകൾ കാക്കുന്ന ജാഗ്രതയുള്ള കാവൽക്കാരാണ് നാം. സർവേക്കല്ല് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മുടിനാരിഴ അണങ്ങിയാൽ ഉണ്ടാകുന്ന കോലാഹലം നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഓരോ പ്രഭാതത്തിലും നാം ഒരുപക്ഷെ എഴുന്നേറ്റ് ആദ്യം നോക്കുന്നത് അപ്പുറത്തെ പുരയിടത്തിൽ നിന്ന് ഇലയോ മരങ്ങളോ പൂച്ചെടികളോ തണ്ടുകളോ നമ്മുടെ ഭവനങ്ങളിലേക്ക്, ഇടങ്ങളിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ എന്നതാണ്. തൊട്ടടുത്ത് താമസിക്കുന്നയാൾ എത്ര നിരുപദ്രവകാരിയാണെങ്കിലും, നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിലും, സ്വസഹോദരനാണെങ്കിൽ പോലും നമ്മുടെ ബദ്ധശത്രുവായി മാറുന്നത് അതിരുകളെ കുറിച്ചുള്ള ഈ അവബോധമാണ്, ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള ഈ ചിന്തയാണ്. നാമൊക്കെ അതിരുകളുടെ വലിയ കാവൽക്കാരാണ്. അതിരുകളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ സംഗതമായി ചിന്തിക്കുന്ന ഒരു ചോദ്യം, ചിന്തിക്കേണ്ടതായ ഒരു വിഷയം, ഈ അതിർത്തികൾ നിശ്ചയിച്ചതാരാണ്? വേദഗ്രന്ഥം നമുക്ക് തെളിവുകൾ നൽകുന്നുണ്ട്. അവൻ വെള്ളത്തിനെ അടിസ്ഥാനമാക്കി ഭൂമിയെ വെച്ചപ്പോൾ, ഓർക്കുക, ഒരിക്കലും കുലുങ്ങുകയില്ല എന്ന് നാം ഉറച്ചു വിശ്വസിച്ച് ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിക്ക് അടിസ്ഥാനം വെള്ളമാണ്. വെള്ളത്തിന്റെ മുകളിൽ ഒരു ഗോളം കുത്തിത്തിരികെ വെച്ചതുപോലെയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ നിൽപ്പ് തന്നെ. വെള്ളത്തിന്മേൽ അവൻ ഭൂമിയെ അടിസ്ഥാനമാക്കിയപ്പോഴും, വെള്ളത്തിന് അതിരായി മണലിനെ നിശ്ചയിച്ചപ്പോഴും, ഈ വെള്ളം മുഴുവൻ തടഞ്ഞു നിർത്തുന്നത് കരിങ്കൽ കെട്ടുകളല്ല, മണലാണ്. വേദഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ശാസ്ത്രം നമ്മെ ആധുനിക കാലത്ത് പലതും പഠിപ്പിക്കുന്നുവെങ്കിലും അതിൻ്റെ പുരാരേഖകൾ എന്ന നിലയിൽ വേദപുസ്തകം ചില തെളിവുകൾ നൽകുന്നുണ്ട്. ഈ അതിരുകൾ നിശ്ചയിച്ചത്, ഈ അതിർത്തികൾ മനുഷ്യന് നൽകിയത് ദൈവമാണ്. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് എന്ന് പറയുവാൻ ചങ്കൂറ്റമുള്ള ചില സഹോദരന്മാർ ജീവിച്ചിരുന്ന കാലത്താണ് ദൈവം സൗമ്യതയുള്ളവർക്ക് ഭൂമിയെ അവകാശമായി നൽകിയത്. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെന്ന് പറയുവാൻ ചരിത്രത്തിൽ പിന്നെ അധികം ആരും ചങ്കൂറ്റം കാണിച്ചില്ല എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ ദുര്യോഗം. തെരഞ്ഞെടുക്കുന്നത് നാം എപ്പോഴും നല്ല സ്ഥലങ്ങൾ മാത്രമാണ്. പ്രിയമുള്ളവരെ, അതിരുകൾ നിർണയിച്ചത് ദൈവമാണെങ്കിൽ മനുഷ്യൻ നിർണയിക്കുന്ന അതിരുകൾ എടുത്തു കളയുക എന്നുള്ളതാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി. ഇന്ത്യയുടെ അതിരുകൾ എടുത്തു കളയുക.
സ്നേഹത്തിൻ്റെ വാതായനങ്ങൾ തുറക്കട്ടെ. ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ അതിരുകൾ എടുത്തു കളയുക. സ്നേഹത്തിൻ്റെ വാതായനങ്ങൾ തുറക്കട്ടെ. നമ്മുടെ വീടിൻ്റെ അതിരുകൾ എടുത്തു കളയുക. സ്നേഹത്തിൻ്റെ വാതായനങ്ങൾ തുറക്കട്ടെ. കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. വഴക്കുണ്ടാക്കാൻ വേണ്ടി വണ്ടി കയറി വന്ന് പ്രസ്താവിച്ചിട്ട് പോകുന്ന ഒരു കാര്യമല്ല. ഒരിക്കലും നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമായിരിക്കാം. എങ്കിലും അതിരുകൾ മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പോലും കീറാമുട്ടിയായ ഒരു വിഷയത്തെ ഗൗനിക്കുവാനെങ്കിലും നമുക്ക് സാധിക്കണം. ഈ ഒരു വിഷയം ആരാലും പരിഹരിക്കപ്പെടാൻ സാധിക്കാത്ത ഒന്നാണ്. നിലനിൽക്കുന്ന സിവിൽ വ്യവഹാരങ്ങളിൽ ഭൂരിഭാഗവും എനിക്ക് തോന്നുന്നു അതിർത്തി തർക്കം തന്നെയാണ്. ഭൂമിയെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങളാണ്. ആരാണ് അവകാശി? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ ഒരു രചന തന്നെയുണ്ട്, ഭൂമിയുടെ അവകാശികൾ. അത് മനുഷ്യന് മാത്രമല്ല അതിന്റെ അവകാശം തീറെഴുതി കൊടുത്തിരിക്കുന്നത്. ക്ഷുദ്രജീവികൾ ഉൾപ്പെടെ എല്ലാ മൃഗജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ് എന്നവിടെ പച്ചപ്പരമാർത്ഥമായി പ്രസ്താവിക്കുകയാണ്. ശരിയാണ്, ഇതൊരു കീറാമുട്ടിയാണ്. ആത്മീയ മണ്ഡലങ്ങളിൽ പോലും ഇപ്പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെയും ഒരതിരിന്റെ അരികിൽ വരുമ്പോൾ നിശബ്ദരാകും. ഒരഭിപ്രായം പോലും പറയുവാൻ നമ്മുടെ നാവ് പൊന്തുകയില്ല. ആരോട് പറയും? ഇപ്പുറത്ത് നിൽക്കുന്ന ആളോട് പറയുമോ, അപ്പുറത്തുള്ള ആളോട് പറയുമോ? ഒരു കൽപ്പിത കഥ കേട്ടിട്ടുണ്ട്. കൽപ്പിതമാണ് കേട്ടോ. കൽപ്പിതമെന്ന് പറഞ്ഞാൽ ഏതോ ഒരു വിദ്വാന്റെ തലയിൽ ഉദിച്ച ആശയം. അതുകൊണ്ട് തന്നെ ഒരു വാസ്തവവുമല്ല. ഈ കേട്ട കഥ എവിടെയെങ്കിലും പലയിടങ്ങളിലും പരാമർശിക്കുമ്പോൾ ഈ ഒരു ആമുഖത്തോടു കൂടിയേ പറയാമോ. ഏതോ ഒരു രസികനുണ്ടാക്കിയ ഒരു കഥ. ഒരു പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് ഒരാൾ കുമ്പസാരിക്കുവാനായിട്ട് ചെന്നു. അപ്പോഴേ മനസ്സിലാക്കിക്കോണം ഇതുണ്ടാക്കിയ കഥയാണെന്ന്. കാരണം കുമ്പസാരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ? കുമ്പസാരിക്കാൻ ചെന്നയാൾ കുനിഞ്ഞു നിന്ന് കുമ്പസാരിച്ചത്, എൻ്റെ അച്ഛോ, എൻ്റെ സഹോദരൻ്റെ ഒരു 8 സെന്റ് അതിര് ഞാൻ മാന്തിയിട്ടുണ്ട്. മനസ്സിലായല്ലോ കൽപ്പിത കഥയാണെന്ന്. അച്ഛൻ ചില ഉപദേശങ്ങൾ നൽകി, അതിരുമാന്തലിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ചില പ്രബോധനങ്ങൾ നൽകി. എന്നിട്ടൊരു പിഴയും കൂടി കൊടുത്തു അത്രേ. 1 സെന്റിന് 100 രൂപ വെച്ച് 8 സെന്റിന്റെ പണം ഇവിടെ നേർച്ചപ്പെട്ടിയിൽ ഭണ്ഡാരത്തിൽ വെച്ചിട്ട് നീ അങ്ങ് പൊയ്ക്കോളാൻ പറഞ്ഞു. അയാൾ പോക്കറ്റിൽ നിന്ന് 1000 രൂപയുടെ ഒരു നോട്ടെടുത്തു, അച്ഛൻ്റെ മുമ്പിൽ വെച്ചു. അച്ഛൻ ഒരു നിമിഷം ആലോചിച്ചു, തല ചൊറിഞ്ഞു അത്രേ. എന്നിട്ട് പറഞ്ഞു, ചില്ലറയില്ല, പോയി 2 സെന്റ് കൂടെ മാന്തിക്കോ എന്ന്. ഇത് ആത്മീയതയിൽ അതിർത്തി തർക്കം ഒരു കീറാമുട്ടിയാണെന്ന് പറയുവാനുള്ള ഉണ്ടാക്കിയെടുത്തൊരു കഥ മാത്രമാണ്. പക്ഷേ ആ ഫലിതത്തിനിടയിലും ആ കഥ ചിലതൊക്കെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമുക്കൊരിക്കലും പരിഹരിക്കുവാൻ സാധിക്കാത്ത, നാം പോലും ആഗ്രഹിക്കുന്ന ചിലതായി മാറാറുണ്ട്. ഇതൊക്കെ ആത്മീയതയെ പോലും അപഹരിക്കുന്ന ഒന്നായി മാറാറുണ്ട് ഭൗതികത. അതിർത്തി തർക്കത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതിരുകളില്ലാതാകുവാൻ, അതിരുകളെ വിസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിരുകളിൽ കുടുങ്ങി ആത്മീയത നഷ്ടപ്പെടുവാൻ ഒരിക്കലും നമുക്കിടയാകരുത്. സ്വന്തം അതിരിനെ കുറിച്ച് ഓർക്കുന്നവൻ ചെയ്യുന്നത് വലിയൊരു പാപമാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദാവീദ് രാജാവിന്റെ സുവർണ കാലഘട്ടത്തിൽ തൻ്റെ അതിരുകളൊക്കെ അവൻ അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം തൻ്റെ സാമ്രാജ്യത്തിന്റെ പ്രതാപം എണ്ണുവാൻ അവൻ ആഗ്രഹിച്ചു. അവൻ ആരംഭിച്ചു.